മൊറാൻ വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിലെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഡേറ്റ് സംബന്ധമായിട്ടുള്ള ഫംഗ്ഷനുകളെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ് ഫംഗ്ഷൻ. എന്താണ് ഡേറ്റ് ഫംഗ്ഷൻ? Returns a specific date based on the year, month and day provided. നമ്മൾ ഡേറ്റ് ഫംഗ്ഷനിൽ നമ്മളൊരു ഇയർ, അതുപോലെ കോമ ഇട്ടുകൊണ്ട് മാസം, അതുപോലെ ഡേ, ഇത് നമ്മൾ ന്യൂമറിക് വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലൻറ്റ് ഡേറ്റ് നമ്മൾക്ക് റിട്ടേൺ ചെയ്യും. അതാണ് ഡേറ്റ് ഫംഗ്ഷൻ. ഞാനൊരു എക്സാമ്പിളിലൂടെ നമ്മൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് ഇങ്ങനെയാണ്: ഡേറ്റ്, ഇയർ, കോമ, മന്ത്, കോമ, ഡേ. നോക്കൂ, നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് വ്യക്തമാക്കാം. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഡേറ്റ് 2024, കോമ 12, കോമ 20. അപ്പോൾ നമ്മുടെ സിൻറ്റാക്സ് എന്താണ്? ഡേറ്റിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ആദ്യം ഇയർ കൊടുക്കുന്നു, പിന്നെ മന്ത് കൊടുക്കുന്നു, പിന്നെ ഡേ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോമ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നോക്കൂ, ഈ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. നോക്കൂ, 20/12/2024. കണ്ടോ, ഒരു ഡേറ്റ് ഫോർമാറ്റിലേക്ക് നമ്മൾ ഈ കൊടുത്ത ന്യൂമറിക് വാല്യൂവിനെ കൺവേർട്ട് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ന്യൂമറിക് എക്സ്പ്രഷനെ നമുക്ക് ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഈക്വൽ ഡേറ്റ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് നമ്മൾ 2024, കോമ മാസം നമ്മൾ 12, കോമ നമ്മൾ ഡേ 20. ഓക്കെ, അതിനുശേഷം നമുക്ക് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. നോക്കൂ, നമ്മൾക്ക് 20/12/2024 എന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷനെ നമുക്കൊരു ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കൂടെയാണ് നമ്മുടെ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇയർ ഫംഗ്ഷൻ, അതുപോലെ മന്ത് ഫംഗ്ഷൻ, അതുപോലെ ഡേ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനും പരസ്പരം കണക്റ്റഡ് ഫംഗ്ഷൻ ആണ്. അതോടാണ് ഈ ഫംഗ്ഷൻ മൂന്നും ഒന്നിച്ച് നമ്മൾ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാക്ട്സ് ദ ഇയർ, മന്ത് ഓർ ഡേ ഫ്രം എ ഗിവൺ ഡേറ്റ്. നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇയർ ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വർഷം നമുക്ക് റിട്ടേൺ ചെയ്യും, അതിന് എക്സ്ട്രാക്ട് ചെയ്തു തരും. ഓക്കെ, അതേപോലെ മന്ത് ഫംഗ്ഷനിൽ നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മന്ത്, അതിൽ മന്ത് ഏതാണോ അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തു തരും. ഡേ ഫംഗ്ഷനിൽ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഡേ ഏതാണോ ആ ഡേ റിട്ടേൺ ചെയ്യാനാണ് നമ്മൾ ഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഓരോ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നോക്കൂ, ആദ്യം നമ്മൾ പറയുന്നത് ഇയർ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഇയർ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇയർ ഫംഗ്ഷൻ്റെ സിൻറ്റാക്സ് ഇതാണ്: ഈക്വൽ ഇയർ ഡേറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഡേറ്റ് എന്താണോ ആ ഡേറ്റിൽ നിന്ന് നമുക്ക് ഇയറിനെ എക്സ്ട്രാക്ട് ചെയ്ത് തരും. നോക്കൂ, നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈക്വൽ ഇയർ, നമ്മൾ ഫംഗ്ഷനിൽ നമ്മൾ ഡബിൾ കൊട്ടേഷനിൽ 10 NOV നവംബർ 2024 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 2024. അപ്പോൾ ഈ ഡേറ്റ് എക്സ്പ്രഷനിലെ ഇയർ ഏതാണോ ആ ഇയർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇയർ ഫംഗ്ഷൻ. നോക്കൂ, നമുക്കൊന്ന് ഡാറ്റ എൻ്റർ ചെയ്ത് നോക്കാം. ഈക്വൽ ഇയർ ഫംഗ്ഷൻ ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുശേഷം ഡബിൾ കൊട്ടേഷനിൽ 10-NOV-2024. ഓക്കെ, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്തോളൂ. നോക്കൂ, ആ ഡേറ്റ് എക്സ്പ്രഷനിലെ 2024 എന്ന ഇയർ നമ്പർ നമുക്കിവിടെ റിട്ടേൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷനിലെ ഇയർ റിട്ടേൺ ചെയ്യാനാണ് നമ്മൾ ഇയർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക്
മന്ത് ഫംഗ്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് സെയിം ഫംഗ്ഷൻ തന്നെയാണ്. എന്താണ് സിൻടാക്സ്? ഇതാണ് മന്ത് ഡേറ്റ് എക്സ്പ്രഷൻ. നമ്മൾ മന്ത് ഫംഗ്ഷനിൽ ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ നിന്നും മന്ത് ഏതാണോ ആ മന്തിൻ്റെ നമ്പർ റിട്ടേൺ ചെയ്യും. ഓക്കെ, ജാനുവരി ആണെങ്കിൽ 1, ഫെബ്രുവരി ആണെങ്കിൽ 2, ഇങ്ങനെ നമുക്ക് 12 മാസത്തിൽ ആ 12 നമ്പർ നമുക്ക് ഏതാണോ മാസം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഈക്വലൻ്റ് നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, നമുക്ക് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈക്വൽ മന്ത് 10 നവംബർ 2024. അപ്പോൾ ഇവിടെ മന്ത് എന്ന് പറയുന്നത് ഏതാ? നവംബർ അല്ലേ? അപ്പോൾ നവംബറിൻ്റെ മന്ത് നമ്പർ എത്രയാണ്? 11. അപ്പോൾ നമുക്ക് റിട്ടേൺ വരിക എന്തായിരിക്കും? 11 എന്നായിരിക്കും. നോക്കൂ, നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഈക്വൽ മന്ത് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, അതിനുശേഷം ഡബിൾ കോട്ട്സിൽ 10 നവംബർ 2024. ഓക്കെ, ദെൻ ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്തു മന്ത് 10 നവംബർ 2024. നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? നവംബർ എന്ന മാസത്തിൻ്റെ ന്യൂമറിക് വാല്യൂ എത്രയാണ്? 11 എന്ന് റിട്ടേൺ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളൊരു എക്സ്പ്രഷനിലെ ഡേറ്റ് എക്സ്പ്രഷനിലെ മന്ത് നമ്പർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് മന്ത് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡേ ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നോക്കൂ, ഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിലെ ഡേ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഡേ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡേ ഫംഗ്ഷൻ. നോക്കൂ, അതിനുവേണ്ടി നമ്മൾ ഒരു എക്സാമ്പിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈക്വൽ ഡേ ഫംഗ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? 10 നവംബർ 2024. അപ്പോൾ ഇവിടെ ഡേ ഏതാണ്? 10. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 10 എന്നായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. നോക്കൂ, നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഈക്വൽ ഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ഡബിൾ കൊട്ടേഷനിൽ 10 നവംബർ 2024, ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 10 നവംബർ 2024 എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇതിൽ റിട്ടേൺ ചെയ്യുക എന്തായിരിക്കും? 10 എന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നോക്കൂ, എൻ്റർ അടിച്ചു നോക്കാം. കണ്ടോ, 10 എന്ന വാല്യൂ. അപ്പോൾ ഒരു ഡേറ്റ് എക്സ്പ്രഷനിലെ ഡേ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡേ ഫംഗ്ഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഡേറ്റ് ഫംഗ്ഷൻ. എന്താണ്? റിട്ടേൺസ് എ ഡേറ്റ് ദാറ്റ് ഈസ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് മന്ത്സ് ബിഫോർ ഓർ ആഫ്റ്റർ എ സ്റ്റാർട്ട് ഡേറ്റ്. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കും. ഓക്കെ, ആ ഡേറ്റിൽ നിന്നും നമ്മൾ പറയുന്നു ആ ഡേറ്റിൽ നിന്നും ഇത്ര മാസങ്ങൾക്ക് ശേഷമുള്ള മാസം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡേറ്റിൻ്റെ ഇത്ര മാസങ്ങൾക്ക് ബാക്കിലുള്ള മാസം. ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ ഡേറ്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു, അതിനുശേഷം നമ്മൾ പറയുന്നു ഒരു നമ്പർ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ആ ഡേറ്റിൽ നിന്നും അത്രയും നമ്പറിന് ശേഷമുള്ള മാസം ഉള്ള ഡേറ്റ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ആ നമ്പർ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ, ഓക്കെ, നമ്മൾ കൊടുക്കുന്ന നമ്പർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരിക ബിഫോർ ഡേറ്റ് ആയിരിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള ഡേറ്റ് എക്സ്പ്രഷൻ ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റിൻ്റെ ബാക്കിലോട്ടുള്ള അത്രയും നമ്പർ മാസങ്ങളുള്ള ഒരു ഡേറ്റ് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ക്ലിയർ ആവും. നോക്കൂ. ഓക്കെ, നോക്കൂ, ഈ ഡേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. എന്താണ്? സ്റ്റാർട്ട് ഡേറ്റ് കോമ നമ്പർ ഓഫ് മന്ത്സ്. അതായത് നമ്മൾ ഇവിടെ ഒരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കും, അതിനുശേഷം നമ്മളിവിടെ നമ്പർ ഓഫ് മന്ത്സ് എന്നുള്ളിടത്ത് ഒരു നമ്പർ കൊടുക്കും. ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റിൽ നിന്നും ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാണോ ആ നമ്പറിന് ശേഷമുള്ള മാസം നമുക്ക് കാണിച്ചു തരും. നോക്കൂ, ഈ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും. നോക്കൂ, ഈക്വൽ ഈ ഡേറ്റ് 19 നവംബർ 2024 കോമ 2. അപ്പോൾ നമ്മളെ നവംബർ 19 2024 എന്ന മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നോക്കൂ, 2 മാസം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നവംബർ കഴിഞ്ഞാൽ ഡിസംബർ, അടുത്ത വർഷം ജാനുവരി. നോക്കൂ, 19/1/2025. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ
പോസിറ്റീവ് നമ്പർ കൊടുത്തതുകൊണ്ടാണ് ശേഷമുള്ള ഡേറ്റ് ആക്കിയത്. ഇനി നമുക്ക് ഇതിന് മുൻപുള്ള ഡേറ്റ് ആണ് കിട്ടേണ്ടതെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? എക്സാമ്പിൾ ഞാനൊരു ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ. ഈ ഡേറ്റ് 19 നവംബർ 2024 എന്നിട്ട് -2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നവംബർ മാസത്തിന് ബാക്കിലോട്ടുള്ള 2 മാസം, ആ 2 മാസമായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നോക്കൂ, നമുക്കത് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. ഈക്വൽ നമ്മൾ പറയുന്നു ഈ ഡേറ്റ്, അതിനുശേഷം നമ്മൾ നമ്മുടെ ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കുന്നു. എന്താണ്? 19 നവംബർ 2024 കൊട്ടേഷൻ ക്ലോസ് കോമ -2 അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നവംബറിൻ്റെ മുൻപ് ഉള്ള 2 മാസം ബാക്കിലോട്ട് പോയിട്ടുള്ള ആ ഡേറ്റ് വേണമെന്ന്. ഓക്കെ, നോക്കൂ, എൻ്റർ ചെയ്ത് നോക്കൂ 19/9/2024 ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ, നവംബറിൽ നിന്നും ബാക്കിലോട്ട് 2 മാസം പോയി കഴിഞ്ഞാൽ എന്താണ്? തൊട്ട് ബാക്കിലുള്ള മാസം എന്ന് പറയുന്നത് ഏതാ? ഒക്ടോബർ. അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള മാസം സെപ്റ്റംബർ. അപ്പോൾ നോക്കൂ, സെപ്റ്റംബർ 19 എന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡേറ്റിൽ നിന്നും ഇത്ര മാസം മുന്നോട്ട് അല്ലെങ്കിൽ ഇത്ര മാസം പിന്നോട്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഡേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഫംഗ്ഷൻ EO മന്ത് ഫംഗ്ഷൻ, എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. EO മന്ത് ഫംഗ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ്റെ ഉപയോഗം റിട്ടേൺസ് ദ ലാസ്റ്റ് ഡേ ഓഫ് ദ മന്ത് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് മന്ത്സ് ബിഫോർ ഓർ ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഡേറ്റ്. ഓക്കെ, അതായത് നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കും. ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് ഒരു നമ്പർ സ്പെസിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ നമ്പർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുത്ത ഡേറ്റിൽ നിന്നും അത്രയും എണ്ണം മാസം മുൻപിലേക്ക് പോയിട്ട് അവസാനത്തെ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അവസാനത്തെ ഡേറ്റ് പറഞ്ഞാൽ ഇപ്പോൾ 30 അല്ലെങ്കിൽ 31 അല്ലെങ്കിൽ 28 അല്ലെങ്കിൽ 29 അല്ലെ? ഫെബ്രുവരി ആണെങ്കിൽ 28 അല്ലെങ്കിൽ 29 അല്ലേ? മറ്റുള്ള മാസങ്ങളാണെങ്കിൽ 30 അല്ലെങ്കിൽ 31. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന നമ്പർ എത്രയാണോ അത്രയും എണ്ണം മാസങ്ങൾ മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ വന്നതിന് ശേഷം ആ മാസത്തെ അവസാനത്തെ ഡേറ്റ് റിട്ടേൺ ചെയ്യും. മനസ്സിലായോ? നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാവും. നോക്കാം. ആദ്യം നമ്മുടെ സിൻടാക്സ് നോക്കാം. ഈ മന്ത് സ്റ്റാർട്ട് ഡേറ്റ് നമ്പർ ഓഫ് മന്ത്സ്, ഇതാണ് ഇതിൻ്റെ സിൻടാക്സ് വരുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ ഈക്വൽ EO മന്ത്, എൻഡ് ഓഫ് മന്ത് എന്നാണ് EO മന്ത് കേട്ടോ. EO മന്ത് 10 നവംബർ 2024, നവംബർ 10 2024 നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് മന്ത്സ് എത്ര കൊടുത്തിരിക്കുന്നത്? 2. അപ്പം നവംബർ മാസത്തിന് ശേഷം 2 മാസം എന്ന് പറയുന്നത് അടുത്തത് ഡിസംബർ ആണ്, അതിൻ്റെ അടുത്തത് ജനുവരിയാണ്. അപ്പോൾ 2025 ജാനുവരി. അപ്പോൾ EO മന്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജാനുവരി എൻഡ് ഡേറ്റ്, എൻഡ് ദിവസം ഏതാണോ ആ തീയതി റിട്ടേൺ ചെയ്യും. നോക്കൂ, 31 ആണ് ജാനുവരിയിലെ ഏറ്റവും അവസാനത്തെ ദിവസം. അപ്പോൾ നോക്കൂ, 31/1/2025 എന്ന് റിട്ടേൺ വന്നു. മനസ്സിലായോ? അതായത് നമ്മളിവിടെ കൊടുത്ത എക്സ്പ്രഷൻ, ഡേറ്റ് എക്സ്പ്രഷൻ എത്രയാണ്? നവംബർ 10 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ നവംബർ 10 ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നവംബറിന് ശേഷമുള്ള 2 മാസം എന്ന് പറയുന്നത് ഏതാ? നവംബർ കഴിഞ്ഞ പിന്നെ ഡിസംബർ, ജാനുവരി. ദെൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? EO മന്ത്, എൻഡ് ഓഫ് മന്ത്. അപ്പോൾ ജാനുവരി എന്ന് പറയുന്ന മാസത്തിൻ്റെ അവസാന ദിവസം ഏതാണ്? 31/1/2025. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എൻഡ് ഓഫ് മന്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ആ ഡേറ്റിൻ്റെ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ അവസാന ദിവസം റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് EO മന്ത്. ഇനി നോക്കൂ, ഇത് നെഗറ്റീവ് നമ്പറാണ് കൊടുക്കുന്നതെങ്കിലോ? നോക്കൂ, നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. EO മന്ത് 10 നവംബർ 2024 -1 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എക്സ്പ്രഷനിലെ മാസം ഏതാണോ അവിടുന്ന് 1 മാസം ബാക്കിലോട്ട്
അല്ലേ? അപ്പോൾ നവംബറിൻ്റെ ബാക്കിലോട്ടുള്ള ഒരു മാസം എന്ന് പറയുന്നത് ഏതാ? ഒക്ടോബർ. ദെൻ ഒക്ടോബറിലെ അവസാനത്തെ ദിവസം ഏതാ? 31/10/2024 അല്ലേ? റിട്ടേൺ ചെയ്തു അല്ലേ? അപ്പോൾ ഇതാണ് എൻഡ് ഓഫ് മന്ത് ഫംഗ്ഷൻ. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മാസം ഏതാണോ ആ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇ ഒ മന്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ നോക്കാം. വീക്ക് ഡേ ഫംഗ്ഷൻ. വീക്ക് ഡേ ഫംഗ്ഷൻ നമുക്ക് വീക്ക് ഡേ ഫംഗ്ഷൻ എന്താണ്? റിട്ടേൺസ് ദ ഡേ ഓഫ് ദ വീക്ക് ആസ് എ നമ്പർ. ഓക്കെ, നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, വീക്ക്, ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരാഴ്ച എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത്, ഒരാഴ്ചയിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ച അല്ലേ? പിന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ശനിയാഴ്ചയാണ് നമുക്ക് ആഴ്ചയിലെ അവസാനത്തെ ദിവസം അല്ലേ? അപ്പോൾ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിലെ വീക്ക് ഡേ, ആ ആഴ്ചയിലെ ദിവസം ഏതാണോ ആ ദിവസത്തിൻ്റെ നമ്പർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് വീക്ക് ഡേ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ 1 ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം സൺഡേ ആണെന്ന് അർത്ഥം. ഓക്കെ, 2 ആണ് റിട്ടേൺ ചെയ്യണമെങ്കിലോ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ, ദെൻ 4 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയി അവസാനത്തെ ദിവസം 7 എന്ന് പറയുന്നത് ഏതായിരിക്കും? ശനിയാഴ്ച. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ സിൻറ്റാക്സ് വരുന്നത് ഇങ്ങനെയാണ്. വീക്ക് ഡേ, ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കാം, കോമ, റിട്ടേൺ ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് റിട്ടേൺ ടൈപ്പ് ഇല്ലാതെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമുക്ക് വീക്ക് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഈക്വൽ നമ്മൾ പറയുന്നു വീക്ക് ഡേ. ഓക്കെ, അതിനുശേഷം ഞാൻ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുത്തു, അതിനുശേഷം ഡബിൾ കൊട്ടേഷൻ ഞാൻ ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നമുക്കറിയാം, ഇന്ന് 19-ാം തീയതിയാണ് അല്ലേ? 19 നവംബർ 2024. ഓക്കെ, ദെൻ ഡബിൾ കൊട്ടേഷൻ ക്ലോസ്, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. നോക്കൂ, ഇന്നത്തെ ദിവസം നമുക്കറിയാം ചൊവ്വാഴ്ചയാണ് അല്ലേ? ചൊവ്വാഴ്ചയാണെന്ന് അല്ലേ? അപ്പോൾ നമ്മളൊന്ന് എൻ്റർ അടിച്ച് നോക്കാം. നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് എത്രയാ? 3. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 1 ആണെങ്കിൽ സൺഡേ അല്ലേ, 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ. അപ്പോൾ ഇത് ട്യൂസ്ഡേ ആണ്, അതുകൊണ്ട് 3 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക് ഡേ ഉപയോഗിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ഉപയോഗിച്ചത്. എങ്ങനെയാണ്? വീക്ക് ഡേ നമ്മൾ ഡേറ്റ് എക്സ്പ്രഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? അതിനുശേഷം നമ്മുടെ സിൻറ്റാക്സിൽ പറഞ്ഞിട്ടുണ്ട് കോമ റിട്ടേൺ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ, ചില രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു വീക്ക് തുടങ്ങുന്നത് ചിലപ്പോൾ ചില ആളുകൾ മൺഡേയിൽ തുടങ്ങും അല്ലേ? അതുപോലെ തന്നെ സൺഡേയിൽ തുടങ്ങുന്നതാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലുള്ളത്. ചില രാജ്യങ്ങളൊക്കെ മൺഡേയിലാണ് എന്ത് ചെയ്യുക? വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വീക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പറയാനാണ് നമുക്ക് റിട്ടേൺ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീക്ക് ഡേ എന്ന് കൊടുത്തിട്ട് ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തതിന് ശേഷം കോമ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ സൺഡേയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫാൾട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 1 ആയിട്ടാണത് കൺസിഡർ ചെയ്യുക. എന്ന് വെച്ചാൽ സൺഡേയിൽ തുടങ്ങും, ആ ആഴ്ച സൺഡേയിലായിരിക്കും തുടങ്ങുന്നത്. ഇനി അതല്ല, നമുക്ക് സൺഡേയിൽ തുടങ്ങേണ്ട, മൺഡേയിലാണ് നമ്മളെ വീക്ക് തുടങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 എന്ന് നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീക്ക് തുടങ്ങുന്നത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം മൺഡേ ആയിരിക്കും, അവസാനത്തെ ദിവസം സൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസത്തിൻ്റെ നമ്പർ മൺഡേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുക 1 ആയിരിക്കും. ഓക്കെ, ട്യൂസ്ഡേ ആണെങ്കിലോ 2 എന്നായിരിക്കും. അപ്പോൾ നോക്കൂ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എത്രയാ? 19 നവംബർ 2024. അത് ഇന്നത്തെ ഡേറ്റ് ആണ്. ഇന്ന് ശരിക്കും എന്താണ്? ചൊവ്വാഴ്ചയാണ് അല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ വീക്ക് ഡേ തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് മുതലാണ്? തിങ്കളാഴ്ച മുതൽ അല്ലേ? നമ്മൾ 2 എന്നാണ് ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീക്ക് തുടങ്ങുക ഏത് ദിവസമായിരിക്കും? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റ് ഡേ തിങ്കളും എൻഡ് ഡേ സൺഡേയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 19 നവംബർ 2024 എന്നുള്ളത് മൺഡേയിൽ തുടങ്ങുന്ന വീക്കാണെങ്കിൽ എത്രയായിരിക്കും റിട്ടേൺ ചെയ്യുക? തീർച്ചയായിട്ടും നമുക്കറിയാം മൺഡേ, ട്യൂസ്ഡേ. അപ്പോൾ മൺഡേ എന്ന് പറയുന്നത് 1,
ട്യൂസ്ഡേ എന്ന് പറയുന്നത് 2. നോക്കൂ 2 എന്നുള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ഡേ, അതായത് വീക്കിലെ സ്റ്റാർട്ട് ഡേ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി? റിട്ടേൺ ടൈപ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് മാറ്റേണ്ട സൺഡേ തന്നെ നമ്മുടെ വീക്ക് ഡേ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്നുള്ള ഈ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഡേറ്റ് എക്സ്പ്രഷനിലെ വീക്ക് ഡേ നമുക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും എത്രയായിരിക്കും? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ആദ്യത്തെ ഡേ സൺഡേ ആയിരിക്കും, അവസാനത്തെ ഡേ സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യുക ഈ ഡേറ്റ് എക്സ്പ്രഷനിലെ ഇന്നത്തെ ദിവസം ഏതാണോ അതിൻ്റെ നമ്പർ. ഓക്കെ, ഇന്ന് നമുക്കറിയാം ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമുക്ക് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അപ്പോൾ എത്രയായിരിക്കും റിട്ടേൺ ചെയ്യുക? 3 എന്നായിരിക്കും റിട്ടേൺ ചെയ്യുക. നോക്കൂ 3 എന്നുള്ള നമ്പർ റിട്ടേൺ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീക്ക് ഡേ നമ്പർ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ടൈപ്പ് കൊടുക്കാം. നമ്മുടെ വീക്ക് ഡേ തുടങ്ങുന്നത് സൺഡേയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിഫാൾട്ട് സൺഡേ ആണ്. ഇനി നമുക്ക് സൺഡേയിൽ നിന്ന് മാറ്റി മൺഡേ ഒക്കെയാണ് നമ്മുടെ വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് അവിടെ നമ്പർ സ്പെസിഫൈ ചെയ്യുക. 2 ആണെങ്കിൽ മൺഡേ, 3 ആണെങ്കിൽ ട്യൂസ്ഡേ, 4 ആണെങ്കിൽ വെനസ്ഡേ. ഇങ്ങനെ നമുക്ക് സാറ്റർഡേ വരെ തുടങ്ങുന്നതായിട്ട് നമുക്കവിടെ റിട്ടേൺ ടൈപ്പിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷനും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ടെക്സ്റ്റ് ഫംഗ്ഷനാണ് നമ്മൾ അവസാനമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫംഗ്ഷനാണ്. എന്താണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ? കൺവേർട്സ് എ ഡേറ്റ് ഇൻ ടു എ ടെക്സ്റ്റ് സ്ട്രിങ് വിത്ത് എ സ്പെസിഫൈഡ് ഫോർമാറ്റ്. അതായത് നമ്മളൊരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എന്താണ്? 18 നവംബർ 2024 അല്ലേ? 18 നവംബർ 2024 എന്നുള്ളതിന് എന്ത് ചെയ്യുക? ഈ രൂപത്തിലേക്ക് മാറ്റാം. ഏത് രൂപത്തിലേക്ക്? മൺഡേ, നവംബർ. നവംബറിന് ഫുൾ ലെറ്റേഴ്സ് ഉണ്ട്. 18, 2024. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇവിടെ നമ്മളൊരു ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തു. ആ ഡേറ്റ് എക്സ്പ്രഷനെ നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ് ഫോർമാറ്റിലേക്ക് മാറ്റാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് സ്ട്രിങ്ങിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് ഈ രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, ഇതിൻ്റെ സിൻറ്റാക്സ് ഇതാണ്. ടെക്സ്റ്റ് ഡേറ്റ് ഫോർമാറ്റ് ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഓക്കെ, നോക്കൂ, നമ്മുടെ എക്സാമ്പിൾ നോക്കൂ. നമ്മളിവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് എക്സ്പ്രഷൻ 18 നവംബർ 2024. സിമ്പിളായിട്ടൊരു ഡേറ്റാ കൊടുത്തിരിക്കുന്നത് അല്ലേ? 18 NOV 2024 അല്ലേ? നമുക്കിതിനെ എങ്ങനെ മാറ്റേണ്ടത്? നമുക്ക് ഡി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ 4D അല്ലെങ്കിൽ 4M അല്ലെങ്കിൽ 4Y കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4D കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേയുടെ പേര് ഫുള്ളായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നുണ്ടല്ലോ, അത് മുഴുവനായിട്ട് വരും. 4M കൊടുത്താലോ മാസത്തിൻ്റെ ഫുൾ നെയിം വരും. 4Y കൊടുത്താലോ ഇയറിൻ്റെ ഫുൾ ലെറ്റേഴ്സ് വരും, ഫുൾ ഡിജിറ്റും വരും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇങ്ങനെ 4Dയും Mഉം Yയും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 4 ഡേ കൊടുത്തിട്ടുണ്ട്, ദെൻ കോമ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഡേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇതുപോലെ മൺഡേ കണ്ടോ? നമ്മൾ ആ ഡേറ്റ് എക്സ്പ്രഷൻ ഇപ്പോൾ 18-ാം തീയതിയാണ്. 18-ാം തീയതി അത് മൺഡേ ആണ് ദിവസം. മൺഡേ ഇവിടെ ഒരു കോമ കൊടുത്തതുകൊണ്ട് ഈ കോമയും ഇവിടെ വന്നു. ഓക്കെ, അതിനുശേഷം 4M കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? 4M എന്ന് പറഞ്ഞാൽ 4M കണ്ടു കഴിഞ്ഞാൽ മാസമാണ് വരിക. മാസത്തിൻ്റെ ഫുൾ ഫോം നവംബർ അല്ലേ? ഇവിടെ കോമയൊന്നും കൊടുത്തിട്ടില്ല, DD എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? DD എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? ഡേ വരും. ഓക്കെ, ഡേ ഡിജിറ്റ് വരും. അതിനുശേഷം കോമ, പിന്നെന്താ കൊടുത്തിരിക്കുന്നത്? 4Y കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2024 ഇയർ ഫുൾ ഫോമിൽ കാണാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനൊരു ഫോർമാറ്റ് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ കൊടുക്കാം. നമുക്ക് ഇതിന് പകരം നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോക്കൂ, ഞാൻ വേറൊരു ഫോർമാറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റ് ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, നമുക്ക് ഡേറ്റ് എക്സ്പ്രഷൻ കൊടുക്കാം. 18 NOV 2024. ഇതാണ് നമ്മുടെ ഡേറ്റ് എക്സ്പ്രഷൻ. കോമ. ഇനി നമ്മൾ ഏത് ഫോർമാറ്റിലാണ് വേണ്ടത്? ഡബിൾ കൊട്ടേഷനിൽ ഞാൻ പറയുകയാണ്. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ടത് ആദ്യം ഇതുപോലെ തന്നെ നമുക്ക് ഡേ കിട്ടണം, മൺഡേ എന്ന് കിട്ടണം.
ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, 4D കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനൊരു ഐഫൺ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 4 അതായത് മൺഡേ എന്ന് കഴിഞ്ഞിട്ട് ഒരു ഐഫൺ ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഒരു ഐഫൺ കൊടുത്തു. ഇനി മന്ത് വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 4M കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വീണ്ടും എന്താ ചെയ്യുന്നത്, ഒരു ഐഫൺ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ആ ഡേറ്റ് വരണം 18 എന്നുള്ളത്, അതിന് DD എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ DD എന്നുള്ളത് നമുക്ക് മന്തിൻ്റെ മുന്നേ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇങ്ങനെ വരണം. മീൻസ് നമുക്ക് ആദ്യം DD എന്ന് കൊടുത്തു, അതായത് മൺഡേ എന്ന് വരണം. അതിന് ശേഷം ഒരു ഐഫൺ ഇട്ടിട്ട് ആ ഡേ ഏതാണോ ആ ഡേ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ DD എന്ന് കൊടുക്കുക. അതിനുശേഷം ഒരു ഐഫൺ കൊടുത്തിട്ട് മന്ത് വന്നാൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് വരണം, ഇയർ വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, Y. ഓക്കെ, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡേറ്റിന് ഇനി ഏത് രൂപത്തിലാവും കാണിക്കുക, DD എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൺഡേ, ഒരു ഐഫൺ ഉണ്ടാവും, പിന്നെ DD, അപ്പോൾ എന്ത് ചെയ്യും, 18 എന്നുള്ള ദിവസം തരും. ഓക്കെ, അതിനുശേഷം 4M, അപ്പോൾ എന്താ വരിക, മാസത്തിൻ്റെ ഫുൾ നെയിം എന്താണ്, നവംബർ. ദെൻ ഐഫൺ 4Y, അപ്പോൾ എന്ത് കിട്ടും, ഇയറിൻ്റെ ഫുൾ ഡിജിറ്റ് 2024. നോക്കൂ, എൻ്റർ അടിച്ചു നോക്കാം. കണ്ടോ, മൺഡേ ഐഫൺ 18 ഐഫൺ നവംബർ 2024. നോക്കൂ, നമ്മൾ കൊടുത്തത് ഫോർമാറ്റ് കണ്ടോ, 18 നവംബർ 24 നമ്മൾ DD ഐഫൺ DD ഐഫൺ MM ഐഫൺ YY കണ്ടോ. അപ്പോൾ ഈ ഫോർമാറ്റിൽ കൊടുത്തപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ രൂപത്തിലേക്ക് ഒരു ടെക്സ്റ്റ് സ്ട്രിങ് ആയിട്ട് നമുക്കൊരു ഡേറ്റ് എക്സ്പ്രഷനെ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഡേറ്റ് ഫങ്ഷൻസ്, ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് വീണ്ടും മറ്റുള്ള ഒരുപാട് ഫങ്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ എക്സൽ ഫംഗ്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.